മജാ പടം സമ്മേളിച്ച് കമലണ്ണനും വിജയണ്ണനും ഇൻഡസ്ട്രി ഹിറ്റ് കിട്ടിയത് കണ്ട രജനിയണ്ണൻ എടാ ലോക്കി എനിക്കും താടെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്നും പറഞ്ഞു പണിച്ചൊരു പടം. Hey kid, get in my van and I'll give you some candy. Okay. യെസ് ഗൈസ്, ഒരു 100 ഭാഷ കൂട്ടി വെച്ചാൽ പോലും ഇതിന്റെ അത്രക്ക് എത്തൂല എന്നും പറഞ്ഞ് ഇവന്മാർ ഇറക്കി വിട്ടൊരു ഐറ്റം. 1 coolie equal to 100 bhashas. And this is the ഭാഷ we call. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ ചെന്നൈ നഗരത്തിന്റെ ഒത്ത നടുക്ക് വലിയൊരു ബിൽഡിംഗും കെട്ടി അതിന് സ്വന്തം പേരും ഇട്ട് 30 വർഷമായി ഒരു മെൻസ് ഹോസ്റ്റലും നടത്തി ഒളിവിൽ കഴിയുന്ന രജനിയണ്ണനെ കാണിച്ചുകൊണ്ടാണ്. എടാ, ഒളിവിൽ കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ബിൽഡിംഗിന്റെ പേരെങ്കിലും ഒന്ന് മാറ്റിക്കൊടു. ഇത് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുത്താൽ വരെ നിന്നെ കണ്ടുപിടിക്കാലോ. അപ്പൊ ഇനി ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ റൂളാണ് ഇവിടെ മദ്യപാനവും പുകവലിയും ഒന്നും പാടില്ല എന്നത്. ഇനി അങ്ങോട്ട് പിള്ളേരെങ്ങാനും മദ്യം കൊണ്ടുവന്നാൽ തന്നെ അതൊക്കെ എടുത്ത് രണ്ടാവിൽ നിറച്ച് അണ്ണൻ അങ്ങ് മറിച്ചിടും. സോ ഈ ഒളിവിൽ കഴിയുന്ന രജനിയണ്ണൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് ഈ ഹോസ്റ്റൽ നടത്തണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇങ്ങേര് മാത്രമല്ല ഒളിവിൽ താമസിക്കുന്നത്. ഇങ്ങേരോടൊപ്പം ഒരു പണിക്കും പോകാതെ ഇവിടെ ഒളിവിൽ കഴിയുന്ന ഒരു 19 ആൾക്കാരും കൂടിയുണ്ട്. അതിൽ തന്നെ 30 വർഷമായി റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇൻവെർട്ടർ റൂമിൽ കഴിയുന്ന ഒരു ഇൻട്രോവേർട്ട് വരെയുണ്ട്. ഇവന്മാരൊക്കെ തീറ്റി പോറ്റാനാണ് നമ്മുടെ അണ്ണൻ ഇത്ര റിസ്ക് എടുത്ത് ഈ ഹോസ്റ്റലൊക്കെ നടത്തുന്നത്. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രജനിയണ്ണന്റെ അളിയൻ രായപ്പൻ പടമാവുന്നത്. ആൻഡ് ആ വിവരം അറിഞ്ഞ് അളിയനെ കാണാൻ അണ്ണൻ അങ്ങരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ആൻഡ് അണ്ണനെ കണ്ടതും രായപ്പന്റെ മോള് ശ്രുതിഹാസൻ ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ വരാതെ ഇപ്പോൾ എന്തിനാണ് കാണാൻ വന്നിരിക്കുന്നതെന്നും പറഞ്ഞ് അണ്ണനെ അവിടെ നിന്ന് ഇറക്കി വിടും. അണ്ണം വെച്ച് റീത്ത് വരെ എടുത്ത് വലിച്ചെറിയും. സോ ഈ സംഭവത്തോടു കൂടി തന്റെ അളിയന്റേത് ഒരു സാധാ ഡെത്ത് അല്ല എന്ന് സംശയം തോന്നിയ രജനിയണ്ണൻ അങ്ങരുടെ അളിയനെ പറ്റി അന്വേഷിച്ചിറങ്ങുകയാണ്. അപ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ഈ രായപ്പന് ശ്രുതി കൂടാതെ ഇളയ 2 പെൺമക്കളും കൂടിയുണ്ട്. അവരെ പഠിപ്പിച്ചൊരു ഡോക്ടറാക്കാൻ വേണ്ടി മൂപ്പർക്ക് ഇപ്പോഴുള്ള ജോലിയിലെ ശമ്പളം ഒന്നും തികയുന്നില്ല. അപ്പൊ അതിനു വേണ്ടി കുറച്ച് ഫണ്ട് ഒപ്പിക്കാൻ മൂപ്പർ ഒരു ഭയങ്കര കണ്ടുപിടുത്തം നടത്തുകയാണ്. അതാവുമ്പോ ഭയങ്കര എളുപ്പമാണല്ലോ. സോ ഇയാൾ കണ്ടുപിടുത്തം എന്താന്ന് വെച്ചാൽ കൊതുകിനെ കൊല്ലുന്ന ബാറ്റ് പോലെ പൂച്ചേന്റെ പട്ടീന്റെ ഒക്കെ ഡെഡ് ബോഡി കറണ്ട് വെച്ച് സെക്കൻഡുകൾ കൊണ്ട് പൊടിച്ചു കളയാൻ പറ്റുന്ന ഒരു ചെയർ. അല്ലടാ, ഈ പട്ടീനെയും പൂച്ചേനെയും ഒക്കെ പൊടിക്കാൻ എന്തിനാടാ കസര? അവന്മാര് വാലും മടക്കി അവിടെ വന്നിരിക്കൂ. പിന്നൊരു കാര്യം, ഈ ചെയറൊക്കെ കണ്ടിട്ടാണ് ഇവിടെയുള്ള സിനി ഫൈലോളുകളും മോളിവുഡോളുകളും ഒക്കെ ഇത് ടൈം ട്രാവൽ ആണെന്ന് പറഞ്ഞ് നടന്നിരുന്നത്. ഒരു കയ്യബദ്ധം ഇങ്ങനെ ഇരിക്കാണ് ഈ രായപ്പൻ തന്റെ കണ്ടുപിടുത്തത്തിന്റെ പാറ്റന്റ് കിട്ടാൻ വേണ്ടി ഈ കോണത്തിലെ കണ്ടുപിടുത്തം കൊണ്ട് ശാസ്ത്രമേളയിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുന്നത്. ആൻഡ് ഈ കണ്ടുപിടുത്തം കണ്ടതും അവിടെയുള്ളവന്മാര് പറയും, സാധാരണ ആൾക്കാരൊക്കെ ഓരോ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കാറ്, പക്ഷെ നീ ഒരു പ്രോബ്ലം ആണല്ലോ കണ്ടുപിടിച്ച് വന്നിരിക്കുന്നേ, എടുത്തുകൊണ്ട് പോടാ നിന്റെ ആളെ കൊല്ലാനുണ്ടാക്കിയ കസേര എന്ന് പറഞ്ഞ് അവർ നോക്കി വിടും. അങ്ങനെ സ്വന്തം മക്കളെ മെഡിസിൻ പഠിപ്പിക്കാൻ പൈസ ഇല്ലാതെ ആകെ വിഷമിച്ചിരിക്കുകയാവും രായപ്പൻ. ഈ സമയത്താവും ആ നാട്ടിലെ വലിയൊരു ഡോണായ സ്വന്തമായ ഒരു ഹാർബർ ഒക്കെയുള്ള വാച്ച് കള്ളക്കടത്തുകാരൻ നാഗാർജുനൻ ഇതിലും വലിയൊരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ ഇങ്ങനെയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഡെയിലി ഒരു 10-30 ആൾക്കാരെ കൊല്ലും. പക്ഷേ ഈ കൊന്നവന്മാരുടെ ഒക്കെ ബോഡി എങ്ങനെ പൊതയ്ക്കുമെന്ന് മാത്രം ഇങ്ങനെ ഒരു ഐഡിയ ഇല്ല. എന്തോ ചെയ്യുമെന്ന് പറ. സോ അങ്ങനെ ആകെ കുഴപ്പത്തിലായിരിക്കുമ്പോഴാണ് നാഗാർജുനൻ നമ്മുടെ രായപ്പന്റെ കണ്ടുപിടുത്തത്തെ പറ്റി അറിയുന്നത്. എന്നിട്ട് താൻ ഡെയിലി കൊല്ലുന്ന ഡെഡ് ബോഡീസ് ഒക്കെ കളയാൻ വേണ്ടി ദിവസക്കൂലിക്ക് നമ്മുടെ രായപ്പനെ ശ്രുതിഹാസനെയും കൊണ്ടുവന്ന് മൂപ്പര് കൊന്ന ആൾക്കാരെയൊക്കെ ആ ചെയർ വെച്ച് പൊടിപ്പിച്ച് കളയുകയാണ്. അങ്ങനെ നാഗാർജുനും ഹാപ്പി, പൈസ കിട്ടണോണ്ട് രായപ്പനും ശ്രുതിയും ഹാപ്പി. അങ്ങനെ ഇവരവിടെ പപ്പടം ചൂടുന്ന പോലെ ആൾക്കാരെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആരും ഒരാൾ വന്ന് നമ്മുടെ രായപ്പനെ അങ്ങ് കൊന്നു കളയുന്നത്. സോ ഈ കൊല ആരെ ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ രജനിയണ്ണന്റെ മിഷൻ. ഇതേ സമയം അങ്ങ് നാഗാർജുനന്റെ അധോലോകത്തിൽ രായപ്പൻ പടമായതോടുകൂടി അങ്ങേര് കൊല്ലുന്ന ബോഡീസ് ഒക്കെ അവിടെ കെട്ടിക്കിടക്കുകയാണ്. അപ്പൊ ഇത് കണ്ട നാഗാർജുനന്റെ വിശ്വസ്തനായ വലങ്കൈ സൗബിൻ ഈ രായപ്പന്റെ കസേര ഓപ്പറേറ്റ് ആക്കാൻ വേണ്ടി
മൂപ്പരുടെ മകൾ ശ്രുതി ഹാസനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് ഗുണ്ടകളെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുകയാണ്. ഇപ്പോൾ തന്നെ ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ യജ്ഞം നമ്മൾ ആരംഭിക്കുകയാണ്. അങ്ങനെ ശ്രുതി ഹാസനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ആ ഗുണ്ടകൾ അവിടെ എത്തിയപ്പോഴതാ അവിടെ നമ്മുടെ രജനിയാണ് നിൽക്കുന്നത്. മൂപ്പര് നീയൊക്കെ എന്റെ രായപ്പന്റെ മോളെ തൊടുമല്ലടെന്നും പറഞ്ഞ് ആ ഗുണ്ടകളൊക്കെ അവിടുന്ന് അടിച്ചു ഓടിക്കുകയാവും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആ നാഗാർജുനന്റെ അധോലോകത്ത് നിന്ന് ശ്രുതിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇയാൾ ഇവന്മാരൊക്കെ അടിച്ചു കൂട്ടിയത് എന്നല്ലേ. പക്ഷെ അല്ല ഗൈസ്, പകരം ഇവളെ ഗുണ്ടകൾ കൊണ്ടുപോകണ്ട, ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവരാമെന്നും പറഞ്ഞ് രജനിയും ശ്രുതിയും കൂടി നാഗാർജുനന്റെ അധോലോകത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവരവിടെ രായപ്പന്റെ പഴയ പരിപാടി പിന്നെയും തുടങ്ങുകയാണ്. എടാ, എന്നാലും ഈ 4 ലിവർ വലിച്ചാൽ ഓണാവുന്ന ഈ മിഷൻ പ്രവർത്തിപ്പിക്കാനാണ് നിങ്ങൾ ഈ റിസ്ക് ഒക്കെ എടുത്ത് ഈ ശ്രുതിനെ തട്ടിക്കൊണ്ട് വന്നത്. എടാ, ബുദ്ധിയുള്ള ഒരുത്തരും ഇല്ലടാ അവിടെ അതൊന്ന് ഓപ്പറേറ്റ് ആക്കാൻ. ഇല്ല. അപ്പൊ അങ്ങനെ നാഗാർജുനയുടെ ഹാർബറിൽ എത്തിയ രജനിയും ശ്രുതിയും ഡെയിലി ഡെഡ് ബോഡിയും കത്തിച്ച് കൂലിയും വാങ്ങി ആ ഹാർബറിൽ ജോലി ചെയ്യുന്ന കൂലികൾക്ക് ലോഡ് ചുമക്കാനുള്ള സൗബിക്കയുടെ ചുമക്കൽ മോട്ടിവേഷൻ സോങ്ങും കേട്ട് നൈസായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാവും. പക്ഷെ ഗൈസ്, നമ്മുടെ രജനിയാണ് ഇത്രയും തന്ത്രപൂർവ്വം നാഗാർജുനന്റെ അധോലോകത്തിൽ എത്തിയത് അവിടെ ഡെഡ് ബോഡിയും കത്തിച്ച് പൈസ ഉണ്ടാക്കാനല്ല, പകരം തന്റെ അളിയൻ ആരാ കൊന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അവിടെ എത്തിയ രജനിയണ്ണൻ രായപ്പന്റെ മരണകാരണം അറിയാൻ വേണ്ടി വളരെ രഹസ്യമായി ഒരു രഹസ്യാന്വേഷണം നടത്തുകയാണ്. അണ്ണാ, നിങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചാൽ അധിക കാലം ഇത് രഹസ്യമായി നിൽക്കൂല. ബഹളം ഉണ്ടാക്കരുത്, ഇതിപ്പോ നമ്മള് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ആ ഹാർബറിൽ ഇത്ര കാലം ചുമട്ടു തൊഴിലാളികൾക്ക് ചുമക്കാൻ വേണ്ടി മോട്ടിവേഷൻ കൊടുത്തിരുന്ന നാഗാർജുനന്റെ വലങ്കൈ സൗബിൻ ശരിക്കും ഒരു ഗുണ്ടയൊന്നുമല്ല, പകരം അവിടുത്തെ രഹസ്യങ്ങളൊക്കെ ചോർത്താൻ വേണ്ടി വന്ന ഒരു പോലീസുകാരനായിരുന്നു. ആൻഡ് ഈ കാര്യം കണ്ടുപിടിച്ചതും ആ നാഗാർജുനൻ അവന്റെ തലക്കിട്ട് അടിച്ചടിച്ച് കൊന്ന് ഐസിലിട്ട് വെക്കും. എന്നിട്ട് നമ്മുടെ രജനിനെ ശ്രുതിനെയും വിളിച്ച് പറയും ഇവനെ കൊണ്ടുപോയി നേരെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മുന്നിൽ തന്നെ കുഴിച്ചിടാൻ വേണ്ടി. അങ്ങനെ അതും കേട്ട് രജനിയണ്ണൻ നമ്മുടെ സൗബിനെ കുഴിച്ചിട്ടപ്പോ അതാ ഒരു ഇടി വെട്ടുന്നു. ആൻഡ് ആ ഇടിമിന്നൽ കൊണ്ടതും പോയ ജീവൻ ഓട്ടോ വിളിച്ച് തിരിച്ചു വന്ന സൗബിക ആ മണ്ണ് തുറന്ന് അണ്ടർടേക്കറിനെ പോലെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോളൂ. ഇതെന്താ ഇത്? കുറച്ച് മുന്നല്ല അവന്റെ തല ജീൻസ് അടിക്കുന്ന പോലെ അലക്കിയെടുത്തത്, എന്നിട്ടും എങ്ങനെടാ ഇങ്ങനെ ഒരു സീൻ എഴുതി പിടിപ്പിക്കാൻ തോന്നിയേ? എന്താണ് ലൊക്കേഷനെ കുറിച്ച് പറയുന്നത്? സോ ഗൈസ്, അങ്ങനെ ജീവൻ വന്ന സൗബിനെ കണ്ട് പാവം തോന്നിയ രജനി നമ്മുടെ സൗബിനെ രക്ഷിച്ച് ഒരു ട്രെയിനും കയറ്റി ശ്രുതി ഹാസനെയും കൂട്ടിന് വിട്ട് എവിടെയും പോയി രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് യാത്രയാക്കും. എന്നിട്ട് നേരെ തിരിച്ച് നാഗാർജുനയുടെ അടുത്ത് പോയി സൗബിനെ കുഴിച്ചിട്ടെന്ന് പറഞ്ഞിരിക്കുമ്പോഴതാ അടുത്ത ട്വിസ്റ്റ്. അതെന്താന്ന് വെച്ചാൽ നാഗാർജുനൻ രജനിക്ക് ഒരു CCTV വിഷ്വൽ കാണിച്ചു കൊടുക്കുന്നു. ആൻഡ് അതിൽ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ തന്റെ അടിയൻ രായപ്പനെ കൊന്നത് മറ്റാരുമല്ല നമ്മുടെ സൗബിക്കയാണ്. മാത്രമല്ല ഈ തെണ്ടി ഇപ്പോൾ പോലീസൊന്നുമല്ല, പോലീസ് ആയാൽ വലിയ പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് നാഗാർജുനന്റെ കള്ളക്കടത്ത് സംഘത്തിൽ ചേർന്ന് നാഗാർജുനെ കള്ളക്കടത്ത് ചെയ്യുന്ന വാച്ചിൽ നിന്ന് അവൻ അറിയാതെ ഓരോ വാച്ച് നൈസായി ചൂണ്ടിയെടുത്ത് 400 കോടി ഉറുപ്പിക അടിച്ചു മാറ്റി മുങ്ങിയവനാണ് ഇവൻ. സോ ഗൈസ്, അപ്പൊ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ രജനിയാണ് ശ്രുതിയെ വിളിക്കും. അപ്പൊ അതാ ട്രെയിൻ കയറ്റിവിട്ട ശ്രുതിയും സൗബിനും ആ ട്രെയിൻ ഓടിച്ച് അവന്റെ ഒളിത്താവളത്തിലേക്ക് പോകുന്നു. ഇതെന്താടാ ലുലുമാളിൽ ഓടുന്ന ട്രെയിനാ? സോ ഗൈസ്, ആ സംഭവത്തിന് ശേഷം ഈ സൗബിനെ കണ്ടുപിടിച്ച് ശ്രുതിയെ രക്ഷിക്കാനുള്ള നമ്മുടെ രജനിയുടെ കഠിന പരിശ്രമമാണ് ഈ സിനിമ. സൂപ്പർ സ്റ്റാർ രജനികാന്ത്. സോ ആദ്യം തന്നെ നമ്മുടെ ശ്രുതിയെ രക്ഷിക്കാൻ വേണ്ടി രജനിയണ്ണൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ പോയി നേരെ സൗബിന്റെ ഭാര്യനെ തട്ടിക്കൊണ്ടുവരും. എനിക്കിത് കെട്ടിക്കൂടെ? അങ്ങനെ അവളെ കിഡ്നാപ്പാക്കി കൊണ്ടുവന്ന രജനി മറ്റേ രായപ്പൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച മിഷൻ ഒരു ലോറിയിൽ കയറ്റി കൊണ്ടുവന്ന് അവളെ അതിലിരുത്തി ചുട്ടു കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നമ്മുടെ സൗബിനെ കൊണ്ട് ശ്രുതിയെ റിലീസാക്കിപ്പിക്കുകയാണ്. അതോടുകൂടി ശ്രുതിയെ പിക്കപ്പാക്കാൻ വേണ്ടി രജനി അവിടുന്ന് പോയതും മറ്റേ സൗബിന്റെ ഭാര്യ അവിടെ ഏജന്റ് ടീനെ കളിച്ച് അവൾക്ക് കാവലിരുന്നവരെ പിടിച്ച ചെയറിലിരുത്തി ചുട്ട് കളഞ്ഞ് അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ്. ആൻഡ് അതോടുകൂടി ഇവിടെ സൗബിൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി ശ്രുതിനെ അന്വേഷിച്ചിറങ്ങുകയാണ്. അപ്പോണ്ട് അവള് പിന്നാലെ ഒരുത്തൻ കൊല്ലം നടക്കുമ്പോൾ റോഡ് സൈഡിൽ ഏതോ തട്ടുകടലിൽ ഇരുന്ന് ഫ്രൈഡ് റൈസ് അടിക്കുന്നു. അങ്ങനെ ഈ സൗബിനെ കണ്ടതും ശ്രുതി അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിൽ കയറി എസ്കേപ്പ് ആവാൻ നോക്കുകയാണ്. ബട്ട് ഗൈസ്, ആ കാർ ഓടിക്കുന്നവനാണെങ്കിലോ ഒരു മരം പോയിന്ത്, പിന്നാലെ ആണെങ്കിലോ പറപ്പിച്ച് സൗബിനും. അങ്ങനെ അവരെ പറപ്പിച്ച് പിടിച്ച് സൗബി ആ വണ്ടിയിലേക്ക് ചാടി കയറുകയാണ്. അങ്ങനെ ആ വണ്ടിയുടെ കൺട്രോൾ പോയി.
അവരൊരു ഡിവൈഡറിൽ പോയി ഇടിച്ച് സൗബിക തെറിച്ചു വീഴുകയാണ്. പക്ഷെ ഒന്നും പറ്റൂല. തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടികൊണ്ട് ചാവാത്തോന് ഇതൊക്കെ എന്ത്? ഞങ്ങൾ ചത്തിട്ടില്ല, ഞങ്ങൾ ഇവിടുത്തെ സോ ഗൈസ്, അങ്ങനെ ആ കാർ കേടായതും ശ്രുതി അവിടുന്ന് ഓടി നേരെ ഒരു ട്രെയിനിൽ പോയി കയറും. പിന്നാലെ സൗബിനും. എന്നിട്ട് ആ ട്രെയിനിലുള്ളവരൊക്കെ കൂടി സൗബിനെ ആ ട്രെയിനിൽ നിന്ന് തള്ളിയിടും. അതിലും അവൻ ചാവൂല. ജീവൻ കിട്ടി രക്ഷപ്പെട്ട്. എടാ, ഇവൻ ഇത് തലയ്ക്ക് അടിച്ചിട്ട് ചത്തില്ല, ഐസിലിട്ടിട്ട് ചത്തില്ല, കുഴിച്ചിട്ടിട്ട് ചത്തില്ല, കാറിന്ന് വീണിട്ടും ട്രെയിനിന്ന് വീണിട്ടും ചത്തില്ല. എന്നിട്ടും ഇവനെ ഇനിയും കൊല്ലം നടക്കുന്ന നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, എന്തിനാടാ കൊന്നിട്ട്? സോ ഗൈസ്, അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ രജനി അണ്ണൻ ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നത്. അതെന്താന്ന് വെച്ചാൽ ആ രായപ്പന്റെ 3 പെൺമക്കളിൽ ഒരാൾ രജനി അണ്ണന്റെ മോളാണത്രേ. അത് കേട്ടത് 30 വർഷമായി ഒളിവിൽ കഴിഞ്ഞ മൂത്രം ഒഴിക്കാനല്ലാതെ വേറൊരു കാര്യത്തിനും അത് ഉപയോഗിക്കാത്ത രജനി അണ്ണൻ 29 വയസ്സുള്ള ശ്രുതിയാണ് തന്റെ മോളെന്ന് മനസ്സിലാക്കാതെ വെറും 15 വയസ്സുള്ള രായപ്പന്റെ മോളോട് പോയി ചോദിക്കുകയാണ്, നീയാണോ എന്റെ മോളെന്ന്. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ സൗബിൻ വന്ന് നാഗാർജുനന്റെ മോനെ തട്ടിക്കൊണ്ട് വന്ന് വീട്ടിലേക്ക് TV വാങ്ങാൻ പോയ നാഗാർജുനെ വീഡിയോ കോൾ ആക്കി എല്ലാം രജനി പറഞ്ഞിട്ടാണെന്നും പറഞ്ഞ് അവന്റെ മോനെ കൊന്നു കളയുന്നത്. അതോടുകൂടി ദേഷ്യം വന്ന നാഗാർജുന, നിർത്തണം നിന്റെയൊക്കെ കളിയെന്നും പറഞ്ഞ് രജനി അണ്ണൻ അടിച്ച് റൊട്ടിയാക്കി ഹാർബറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറെ ഗുണ്ടകളെ വിടുകയാണ്. മാത്രമല്ല മറ്റേ ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശ്രുതി പിന്നെ പിന്നാലെ ആള് കൊല്ലം നടക്കുമ്പോൾ ചായയും ബോണ്ടയും കഴിക്കാൻ വേണ്ടി ഒരു ചായക്കടയിൽ കയറും. ആൻഡ് അവിടുന്ന് നാഗാർജുനന്റെ ആൾക്കാർ വന്ന് അവളെ കിഡ്നാപ്പ് ആക്കി ഹാർബറിലേക്ക് കൊണ്ടുപോകും. എന്റെ പൊന്നു ശ്രുതി, ഇത് എന്ത് വിശപ്പാണ്? കുറച്ച് മുന്നേ അല്ലേ നീ ഫ്രൈഡ് റൈസ് തട്ടിയത്? ഇനി ശ്രുതിനെ കൂടാതെ നമ്മുടെ സൗബിന്റെ ഭാര്യനെ നാഗാർജുനെ കിഡ്നാപ്പ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്നിട്ട് തന്റെ മകനെ സൗബിക്കൊന്ന ദേഷ്യത്തിൽ അവളെ കുത്തി കൊന്നുകളയും. ഇതേ സമയം അങ്ങ് രജനീയുടെ ഹോസ്റ്റലിൽ നാഗാർജുനൻ അയച്ച ഗുണ്ടകളുമായി സിനിമാ നടൻ രജനീകാന്തിന്റെ മുഖംമൂടിയും ഇട്ട് അങ്ങേരുടെ വൻ ഫൈറ്റ്. അങ്ങനെ ഇത് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ രജനീണ്ണൻ അങ്ങേരുടെ ഒപ്പം 30 വർഷം ഒളിവിൽ കഴിഞ്ഞ ആ 19 കൂലികളെയും വിളിക്കുകയാണ്. പക്ഷെ ആ ഇൻവെർട്ടർ റോളി മാത്രം പുറത്തിറങ്ങൂല, മൂപ്പർ അതിന്റെ ഉള്ളിൽ തന്നെയാവും. എടാ, നീ പുറത്തിറങ്ങി അടിക്കാൻ നോക്കടാ. അങ്ങനെ ഇവരൊക്കെ കൂടി ആ ഗുണ്ടകളെയൊക്കെ അടിച്ചൊടിക്കുകയാണ്. എന്നിട്ട് രജനിയാണ് ശ്രുതിനെ രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് നേരെ നാഗാർജുനന്റെ ഹാർബറിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ രജനി നാഗാർജുനയുടെ അടുത്തെത്തിയപ്പോഴതാ മൂപ്പർക്ക് ഇവൻ ഇങ്ങനെ അടുത്ത് കണ്ടപ്പോൾ ഒരു സംശയം. യെസ് ഗൈസ്, നാഗാർജുന ഇവൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ദാ നമ്മുടെ രജനി അണ്ണനാണ് നാഗാർജുനയുടെ ഡാഡിയെ പണ്ട് കൊന്നത്. എടാ, സ്വന്തം തന്തേനെ കൊന്നവനെ പോലും നിനക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നില്ലേ? മറന്നുപോയി. അപ്പൊ ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ രജനിയണ്ണനും ആ ഒപ്പമുള്ള 19 കൂലികളും നാഗാർജുനയുടെ ഡാഡിയുടെ പോർട്ടലിലെ കൂലികളായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നതും എന്നിട്ട് ഈ നാഗാർജുനയുടെ ഡാഡി ആ കൂലികളെയൊക്കെ കൊല്ലാൻ നിൽക്കുന്നതും. ബട്ട് ഗൈസ്, അപ്പോഴേക്കിനും രജനി വന്ന് നാഗാർജുനയുടെ ഡാഡിനെ കൊന്ന് ആ കൂലികളെയൊക്കെ രക്ഷിച്ചെടുക്കുകയാണ്. അതോടുകൂടി നമ്മുടെ രജനിയണ്ണൻ ഒരു കൊലയാളി ആയതുകൊണ്ട് അളിയൻ രാജപ്പൻ മൂപ്പരെ വീട്ടിൽ കേട്ടില്ല എന്നും പറഞ്ഞ് അവിടെ ഇറക്കി വിടും. അതുകൊണ്ടാണ് അയാൾ ഹോസ്റ്റലിൽ നടത്തി 30 വർഷം ജീവിച്ചത്. അല്ലാണ്ട് പഴയ അധോലോക നായകൻ ഐഡന്റിറ്റി മാറ്റി ഒളിച്ച് താമസിക്കണതൊന്നുമല്ല, അളിയൻ തല്ലി ഇറക്കി വിട്ടതാണ്. സോ ഈ ഫ്ലാഷ് ബാക്ക് പറഞ്ഞതിന് ശേഷം രജനിയാണ് നമ്മുടെ നാഗാർജുനനെ അടിച്ചുകൂട്ടി കഴുത്തിൽ അവന്റെ വാച്ചും കൊണ്ടൊരു മാല ഉണ്ടാക്കി കുരുക്കി കൊല്ലുകയാണ്. എന്നിട്ട് നാഗാർജുനയുടെ കപ്പലും പൊട്ടിച്ച് ശ്രുതിനെ രക്ഷിച്ച് അവിടുന്ന് ഇറങ്ങി വരും. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ പാവം പിടിച്ച് നാഗാർജുനും സൗബിനും ഒന്നുമല്ല ഈ പടത്തിലെ വില്ലൻ. അത് ശരിക്കും ഈ രായപ്പനാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ആ പാവം പിടിച്ച രജനിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി അയാളുടെ ഭാര്യയുടെ സ്വത്ത് മൊത്തം അടിച്ചെടുത്ത് പിന്നെതാ ഇതുപോലെ ഒരാളെ കൊല്ലി മിഷൻ കണ്ടുപിടിച്ച് മനുഷ്യന്മാര് മൊത്തം ചുട്ടുകൊന്ന്. മാത്രമല്ല ഇയാളുടെ മക്കളെ MBBS പഠിപ്പിക്കാൻ വേണ്ടി രജനി അണ്ണന്റെ മോള് ശ്രുതിനെ കൊണ്ട് 30 വയസ്സ് വരെ പട്ടി പണിയെടുപ്പിച്ചൊരു കല്യാണം പോലും കഴിപ്പിക്കാതെ. സോ ഗൈസ്, അങ്ങനെ അവസാനം നാഗാർജുനനെ കൊന്ന് അവിടുന്ന് ഇറങ്ങിയ രജനീനും ടീംസിനെയും നാഗാർജുനയുടെ അച്ഛന്റെ ഏട്ടന്റെ മോന്റെ ആൾക്കാർ വന്ന് ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് കിഡ്നാപ്പ് ആക്കി കൊണ്ടുപോവുകയാണ്. അപ്പതാ ആ മരുഭൂമിയിൽ ടേബിളും ചെയറും ഒക്കെ ഇട്ട് നട്ട വെയിലത്ത് കുറെ എണ്ണം വന്നിരിക്കുന്നു. മാത്രമല്ല നമ്മുടെ സൗബിക്കാനെ വരെ അവിടെ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ അവിടെ എത്തിയതും ആ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് ഹെലികോപ്റ്ററും വിളിച്ച് നാഗാർജുനനെ കൊന്നതിന് പകരം ചോദിക്കാൻ വേണ്ടി അവന്റെ അച്ഛന്റെ ഏട്ടന്റെ മോൻ ദാഹ വള്ളി ട്രൗസറും കുറച്ച് ഹസ്കി പട്ടികളെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. സോ ഗൈസ്, അങ്ങനെ അവിടെ എത്തി അമീർ ഖാൻ ദേഷ്യം പിടിച്ച് നീ എന്റെ ഡാഡിയുടെ അനിയന്റെ മോനെ കൊല്ലുമല്ലടെ എന്നും പറഞ്ഞ് രജനി അണ്ണന്റെ തല വിട്ട നിൽക്കുന്നത്. പക്ഷെ ഗൈസ്, ആ വിട്ട് കൊള്ളുമ്പോഴേക്കും അമീർ ഖാന് രജനിയുടെ പഴയ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഓർമ്മ വരികയാണ്. പണ്ട് ഇവന്റെ എളാപ്പനെ കൊന്ന ഫ്ലാഷ് ബാക്ക് അത് ചെറുപ്പത്തിൽ അമീർ ഖാന്റെ കൺമുന്നിൽ അത്ര നടന്നത്. അത് കണ്ടത് മുതൽ അവന് രജനിയോട് വൻ ആരാധനയായിരുന്നു അത്രേ. സുഖം തന്നെ.
അതോടുകൂടി തന്റെ എളാപ്പനെ മോനെ കൊന്നവനെ വെറുതെ വിട്ട് അയാളുടെ ഒപ്പം ഒരു ബീഡിയും വലിച്ച് ഇങ്ങനെ നിൽക്കും അമീർ ഖാൻ. ഇതെന്താണ് വല്ല നടക്കോ? എന്നിട്ട് അവസാനം ഇവരൊക്കെ കൂടി ആ മരുഭൂമിയിൽ ഒരു കുഴിയെടുത്ത് നമ്മുടെ സൗബിക്കാൻ ആ കുഴിയിലിട്ട് മൂടി വീട് പിടിക്കും. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോരാൾ, അർജുനൻ, ബലറാം, ബസ്താരദ, ലൈ ലെവലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കൈൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.